നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ സ്ഥലങ്ങളിൽ വായനോത്സവം സംഘടിപ്പിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിട സമുച്ചയത്തിന്റെയും ടൗൺ ബ്രാഞ്ച് ഓഫീസിന്റെയും ഉദ്ഘാടനം നടത്തി. മുന്നൂർപ്പള്ളി ജംഗ്ഷനിലെ പൊതുസ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി പട്ടയം തരപ്പെടുത്തിയതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെയും ക്രാക്ടറിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർക്കും ടാക്സി ഓട്ടോ ഡ്രൈവർമാർക്കും വേണ്ടി പ്രത്യേക ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഹൈവേകളിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത തടസ്സം ഒഴിവാക്കാനായി ഫാസ്ടാഗ് അടിസ്ഥാനമാക്കി വാർഷിക പാസ് പ്രഖ്യാപിച്ചു. മൂക്കന്നൂർ ചുള്ളിഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മേലൂർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ മേലൂർ സെന്റ് ജോൺസ് കോൺവെന്റ് UP സ്കൂളിൽ വായനോത്സവം സംഘടിപ്പിച്ചു. കവി ഡോക്ടർ PB ഋഷികേശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിൻസൺ ആന്റണി അധ്യക്ഷനായി. ചാലക്കുടി BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് മൂക്കന്നൂർ PN പണിക്കർ അനുസ്മരണവും കുട്ടികളോടൊത്ത് കാവ്യ സല്ലാപവും നടത്തി. വായനശാല കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ മെമ്പർഷിപ്പ് വിതരണം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിക്ടോറിയ ഡേവിസ് നിർവഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്പിൻ, കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ PV രമേശൻ, വായനശാല സെക്രട്ടറി VD തോമസ്, പ്രസിഡന്റ് KK ശശിധരൻ, കുമാരി ജീനയ റോസ് എന്നിവർ വായനാ ദിന സന്ദേശം നൽകി. മദർ PTA പ്രസിഡന്റ് ബിന്ദു ഷിബു, സിസ്റ്റർ അരുണിമ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് തോംസൺ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. വായനാ ദിന പ്രതിജ്ഞ, വായനാ ചിന്ത എന്നിവയും വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി. പ്രധാനാധ്യാപിക സിസ്റ്റർ ജോസ്ലിൻ, അധ്യാപക പ്രതിനിധികളായ MD സിനി, PG റെജി, ലിറ്റി K ആൻഡ്രൂ, വിദ്യാർത്ഥി പ്രതിനിധികളായ റേച്ചൽ ആൻഡ് രതീഷ്, ഐഡ പിച്ചു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വായനാ ദിന സന്ദേശം നൽകുന്ന വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും കുട്ടികളെ വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മിക്കാനും അത് മനസ്സിലാക്കി തരാനുള്ളൊരു ദിനമായിട്ടാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ദിവസം 1 മണിക്കൂറെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കുക. അപ്പോൾ നമ്മുടെ
ആഘോഷിച്ച് നമുക്ക് വായനാ ദിന സന്ദേശം പകരാൻ എത്തിച്ചേർന്നിരിക്കുന്നത് സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് കൊടകര മലയാള വിഭാഗം. പഠിക്കുന്ന കുറച്ച് മൂല്യങ്ങളുണ്ട്. മറ്റുള്ളവരെ ആപത്തുകളിൽ എങ്ങനെ സഹായിക്കാം, മറ്റുള്ളവർ ഉണ്ണിമാഷിന്റെ പ്രസിദ്ധമായ വരികൾ നമുക്ക് പരിചിതമാണല്ലോ. മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട്. വെട്ടിക്കുഴി നോട്ടഡേം സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. ദൂരദർശൻ മുൻ വാർത്താ അവതാരകൻ ആർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലി അധ്യക്ഷയായി. PT പ്രസിഡന്റ് ദിലീപ് ദിവാകരൻ, മാനേജർ സിസ്റ്റർ സത്യ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പറഞ്ഞാൽ ആ പുസ്തകം നമുക്ക് പഠിക്കാം. അതിന്റെ കാരണം എപ്പോഴാണോ നമുക്ക് തെറ്റുപറ്റി, അബദ്ധം പറ്റി, വഴി തെറ്റി എന്ന് തോന്നുന്നത് അപ്പൊ നമ്മൾ അറിയും. അതൊക്കെ മിസ്സുമാർ പറഞ്ഞു തരുന്നുണ്ടാവും അല്ലേ? പറയുന്നില്ലേ? സമയത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദിവസം പറഞ്ഞു തരുന്നില്ലേ? നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നില്ലേ? എന്നിട്ട് എല്ലാ ദിവസവും അത് പറയും, നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടിരിക്കും. പിറ്റേ ദിവസം അത് പറയും, പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ടിരിക്കും. അങ്ങനെയാണല്ലോ വേണ്ടത്. ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളെ പോലെ വലിയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞു തരാനുള്ള മറ്റൊരാളാണ് why I don't have a pet. Cause that makes my life really sad. It might be a dog or it might be a cat. I just want one, cute, not bad. It can be a bird, like a parrot, which will spark all. आज मैं आपके सामने अयोध्या सिंह उपाध्याय हरिओम द्वारा रचित कविता करमगीत प्रस्तुत करने जा रही हूँ। देखकर बाधा विविध बहुविध ने घबराते नहीं, रहे भरोसे भाग्य दुखो पछताते नहीं। काम कितना भी कठिन हो किंतु उकताते नहीं, बीच में जन जन बंजू वीर ഇതിന്റെ പ്രാധാന്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും വളരെ വിപുലമായ ചടങ്ങുകളോടുകൂടി വായനാ ദിനം ആചരിക്കുന്നത്. നമുക്ക് എന്ത് പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിലും വായനയോടെ കിട്ടുന്ന ഒരു ലഹരി എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാര്യമാണ്. ഇപ്പൊ സാറ് ചോദിച്ചു, സാറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ പാരന്റ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേട്ടാൽ മതി. അവർക്ക് ആളുടെ പടം കാണേണ്ട ആവശ്യമില്ല. അവരുടെ ടീച്ചേഴ്സിനായാലും അത് വെറും കൊണ്ടുപോകുകയല്ല, അത് ഒരു തവം. ഒരു മുറയിൽ നാം വാസിപ്പിച്ചുവയെ ഉണർന്നു വിട്ടാൽ അത് നമ്മെ വിടാതു. നന്ദി. ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വെള്ളം സ്വർഗത്തിലെ മഞ്ഞായിരുന്നു, കാരണവാന്മാരുടെ പ്രാർത്ഥനയിലലിഞ്ഞു. വായിച്ചു വളർന്ന ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കാൻ വേണ്ട വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂസിലാൻഡിലെ ന്യൂപ്ലിമൂത്തിലെ മലയാളികൾക്ക് വായിക്കുവാൻ അവസരമൊരുക്കിയ അങ്കമാലി സ്വദേശി ജോബിൻ ജോർജിന്റെ ഫോൺ ഇൻ ലൈബ്രറി ശ്രദ്ധേയമാവുകയാണ്.
അപ്പൊ നമ്മളിവിടുത്തെ മലയാളികൾക്കായിട്ട് ഇവിടെ നമുക്ക് വായനശാല ഉണ്ട്, ഭയങ്കര വലിയ വായനശാല ഉണ്ട്. പക്ഷെ നമുക്ക് മലയാളം പുസ്തകം ഇവിടെ ലഭ്യമല്ലല്ലോ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തില് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് തപാൽ വഴി കുറച്ചധികം മലയാളം പുസ്തകങ്ങള് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള മലയാളികൾക്കൊക്കെ വായിക്കാനായിട്ട് ഒരു അവസരം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല, കാരണം ഇവിടെ മലയാളം ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമുക്ക് കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോ ഞാൻ എന്ത് പരിപാടി ചെയ്യുമ്പോഴും ചേട്ടനെ കൊണ്ടാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്റെ ജോലിയോടൊപ്പം ഒഴിവു സമയങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തുവാനുള്ള ശ്രമത്തിലാണ് ജോബിൻ ജോർജ്. നാട്ടിൽ നിന്നും മലയാളം പുസ്തകങ്ങൾ തപാൽ വഴി എത്തിച്ചാണ് വായനശാലയിലേക്ക് പുസ്തകം ശേഖരിച്ചത്. പുസ്തകങ്ങൾ നാട്ടിൽ നിന്നും ശേഖരിക്കാൻ തന്റെ സുഹൃത്തും ഗ്രന്ഥശാല പ്രവർത്തകനും ബുദ്ധസംഗമം സംഘാടകനുമായ കാലടി എസ് മുരളീധരന്റെ സഹായവും ലഭിച്ചു. വിവിധ ബുക്ക് സ്റ്റാളുകളിൽ പോയി തെരഞ്ഞെടുത്ത മലയാളം പുസ്തകങ്ങൾ വാങ്ങിക്കുകയും തപാൽ വഴി അയക്കുകയും ചെയ്തു. വായനശാലയുടെ ഉദ്ഘാടനം അങ്കമാലി MLA റോജി M. ജോൺ ഓൺലൈൻ വഴി നിർവഹിച്ചു. മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ, മുൻ പ്രസിഡന്റ് സുബി കല്ലമണ്ണിൽ, ജാക്സൺ ജേക്കബ്, രേഖാദിനു, ആസിഫ് എന്നിവർ ആശംസകൾ നേർന്നു. തികച്ചും സൗജന്യമായി അംഗത്വം, വായിക്കാൻ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ പുസ്തകം അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ് രീതി. ന്യൂസിലാൻഡ് പോലുള്ള രാജ്യത്തിൽ മലയാളം പുസ്തകം ലഭ്യമല്ലാത്തതുകൊണ്ടും കുട്ടികളിൽ മലയാളം വായിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന ചിന്തയിൽ നിന്നാണ് മലയാളികൾക്കായി ഒരു വായനശാല എന്ന ആശയം തുടങ്ങുവാൻ തോന്നിയതെന്നും ജോബിൻ പറഞ്ഞു. ഇനിയും കൂടുതൽ മലയാളം പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജോബിൻ. അവിടെ ജനിച്ചു വളരുന്ന സെക്കൻഡ് ജനറേഷന് മലയാളം പഠിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും വായനക്കൂട്ടം അല്ല ജോബിൻ? വായനക്കൂട്ടം. അപ്പൊ വായനക്കൂട്ടത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസിലൻഡിലുള്ള മലയാളികൾ എല്ലാവരും വായിച്ചു വളരട്ടെ. പഠിക്കാനൊക്കെ പറഞ്ഞ കുറെ കാണുന്നുണ്ട്. ഞാനിവിടെ വന്ന വഴി തന്നെ ഞാനിവിടെ വായനശാലയിൽ പോയിരുന്നു. അപ്പോ എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഈ അടുത്ത വായനാ ദിനത്തിന് മുമ്പെങ്കിലും ഒരു ചെറിയ രീതിയിൽ തുടങ്ങണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആരംഭിച്ചതാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിട സമുച്ചയത്തിന്റെയും ടൗൺ ബ്രാഞ്ച് ഓഫീസിന്റെയും ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്ട്രോങ് റൂം ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജൂബി T. കുര്യാക്കോസ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. പ്രസിഡന്റ് VL ജോൺസൺ സംസാരിച്ചു. 1960 രജിസ്റ്റർ ചെയ്ത് 1961 ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്കിന്റെ സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും സൗകര്യാർത്ഥമാണ് പുതിയ ഓഫീസിന്റെ നിർമ്മാണം. ബാങ്കിന് ചാലക്കുടി ടൗണിൽ പഴയ ഹെഡ് ഓഫീസ്
ഫിനാൻസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് 1.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. ചാലക്കുടി ഹെഡ് ഓഫീസ്, കോട്ട ബ്രാഞ്ച് ഓഫീസ്, അലവി സെന്റർ ബ്രാഞ്ച് ഓഫീസ്, വിആർപുരം ബ്രാഞ്ച് ഓഫീസ് എന്നിവയാണ് നിലവിൽ ബാങ്കിനുള്ളത്. മനോഹരമായ ഒരു ഓഫീസ് ഏകദേശം 7 മാസം മുമ്പാണ് ഇതിന്റെ നടക്കരുത്. 7 മാസങ്ങൾക്കകം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞാൻ ബാങ്ക് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകമായി ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ അധികം നാളായില്ല ഇവിടെ ഒരു പരിപാടിക്ക് വന്നിട്ട്. ഡിസംബറിൽ വന്നതാണ്. ജാതിക സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അന്ന് ഞാൻ ശ്രദ്ധിച്ചു, ഈ ബാങ്കിൽ ഉള്ള ജനപങ്കാളിത്തം, ബാങ്കിലുള്ള ജനങ്ങളുടെ വിശ്വാസം, ഈ ബാങ്കിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു പല ബാങ്കുകളിലെല്ലാം ആടി വരുന്നപ്പോഴും ഈ ബാങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 214 കോടി രൂപയുടെ നിക്ഷേപം ഈ ബാങ്കിൽ ഉണ്ടായത്. ജനങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ഭരണസമിതി അംഗങ്ങൾ സാമ്പത്തിക അച്ചടക്കത്തോടുകൂടി ഭംഗിയായി ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ഈ ബാങ്കിനെ കൊണ്ടുപോകുന്നു എന്നതാണ് ഈ ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, സഹകരണ പ്രസ്ഥാനത്തിൽ പല സ്ഥലത്തും ഒരുപാട് പുഴുക്കുത്തുകളുണ്ട്. അതെല്ലാം പരിഹരിക്കണം. ഞാനെപ്പോഴും പറയും, രാഷ്ട്രീയ പാർട്ടികളാണ് സത്യത്തിൽ ശ്രദ്ധിക്കുന്നത്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളായി വരുന്ന ആളുകളാണ് സഹകരണ പ്രസ്ഥാനത്തിൽ വരുന്നത്. അത് ധനകാര്യ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ലവരുണ്ട്, കൊള്ളരുതാത്തവരുണ്ട്. എല്ലാ പാർട്ടിയിലുണ്ട്. നമ്മുടെ പാർട്ടിയിലുണ്ട്, എല്ലാ പാർട്ടിയിലും. അല്ലെ എന്ന് വെച്ചാൽ ഈ പരിപാടിക്ക് അയക്കാൻ പറ്റാത്തവരുണ്ട്. എല്ലാ പാർട്ടിയും ധനകാര്യ സ്ഥാപനങ്ങളിൽ അയക്കേണ്ട ആളുകളെ അതാത് പാർട്ടികൾ ശ്രദ്ധിച്ച്, കാരണം പാർട്ടിയുടെ ഒരു വിശ്വാസ്യതയാണ് നടന്നു പോകുന്നത്. അല്ലേ, കൃത്യമായിട്ടായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും ഇടപെടരുത്. നോക്കണം, നിരീക്ഷിക്കണം. പാർട്ടികൾ നിരീക്ഷിക്കണം. സഹകരണ സ്ഥാപനങ്ങൾ, അതാത് പാർട്ടികൾ ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ നന്നായാണോ നടന്നു പോകുന്നത്, വൃത്തിയായിട്ടാണോ നടന്നു പോകുന്നത്, കുഴപ്പമില്ലാതെയാണോ നടന്നു പോകുന്നത് എന്ന് ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കേണ്ടതിന് ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പലപ്പോഴും അവർ മറന്നു പോവുകയും അല്ലെങ്കിൽ വേണ്ടാത്തതിന് പാർട്ടി നേതൃത്വം കൂട്ടുനിൽക്കുമ്പോഴാണ് ബാങ്കുകളുടെ വിശ്വാസ്യത തകർന്നു പോകുന്നത്. അതില്ലാതെ ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നൊരു കാര്യം, മറ്റു ബാങ്കുകൾ ഇല്ല, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ, ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപം നടത്തിയ ആ ബാങ്കിന് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. എന്താണ് റിസർവ് ബാങ്കിന്റെ ഗ്യാരണ്ടിയിൽ അല്ലേ, ആ പണം നമുക്ക് തിരിച്ചു കിട്ടും. മുന്നൂർപ്പള്ളി ജംഗ്ഷനിലെ പൊതുസ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി പട്ടയം തരപ്പെടുത്തിയതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് ജോണി മൈപ്പാൻ ഉദ്ഘാടനം ചെയ്തു. മേരി ഡാൻഡി, രനിത ഷാബു, ആൽബിൻ വർഗീസ്, ടോണി പറപ്പള്ളി എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ഭൂ ഉടമകൾക്ക് വേണ്ടി നിലവിലുള്ള റോഡിന്റെ വീതി കുറച്ച് നിർമ്മാണം നടത്തി. KCBയുടെ ഇലക്ട്രിക്കൽ പോസ്റ്റ്, പഞ്ചായത്തിന്റെ മാലിന്യ ശേഖരണ സംവിധാനം, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരം എന്നിവ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ കയ്യേറ്റം നടന്നിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തി പൊതുസ്ഥലത്തിന് അനധികൃതമായി പട്ടയമുണ്ടാക്കിയതായി നാട്ടുകാർ ആരോപിച്ചു. ഗുരുതരമായ ഈ വിഷയത്തിൽ കറുകുറ്റി പഞ്ചായത്ത് ഗൗരവത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിർമ്മാണം തടസ്സപ്പെടുത്താൻ കാരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് തടസ്സപ്പെടുത്തണമെങ്കിൽ തടസ്സപ്പെടുത്താൻ ഈ കാലങ്ങളായി നിൽക്കുന്ന നമ്മുടെ മരം, അതേപോലെ തന്നെ KCBയുടെ 2005 ഭരണസമിതി ഉള്ളപ്പോൾ വെച്ച വേസ്റ്റ് 3 ബിന്നുകൾ ഇപ്പോൾ നമ്മൾ വോട്ടിൽ പിന്നെ ഇതടക്കം ഈ പുറമ്പോക്കിൽ നമ്മൾ സ്ഥാപിച്ചതുകൊണ്ടാണ് പഞ്ചായത്ത് ഒന്നാമതാകാനും പറ്റുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ പുറമ്പോക്കിലിരിക്കുന്ന ഇത് എടുത്തു മാറ്റാൻ വേണ്ടി ഈ സ്വകാര്യ വ്യക്തി 1-2 പേര് കൂടി ഒരു പരാതി പഞ്ചായത്തിൽ കൊടുക്കുകയും മരം വെട്ടാനായിട്ട് ട്രീ കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ PW റോഡിൽ നിൽക്കുന്ന മരം ഒരു സ്വകാര്യ വ്യക്തി വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മെമ്പർമാരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മെമ്പർമാരെ ഇതിൽ ഉൾപ്പെടുത്തി ഇവർ വിളിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റി 11 മണിക്കാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ ആവശ്യം കമ്മിറ്റിയിൽ വരുമ്പോൾ ഈ മെമ്പർമാർ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെമ്പർമാരെയും കറുകുറ്റിയും കരാമർദ്ദത്തൊക്കെ മെമ്പർമാർ വന്നിട്ടുള്ളത്. എന്തായാലും നാട്ടുകാരുടെ ഒപ്പം എല്ലാവരും ഈ മെമ്പർമാരും ഉണ്ടാകും. ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ്. ഇത് മതിൽ പോയാൽ ഇനി തിരിച്ചു കിട്ടാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 7 മീറ്റർ റോഡ് ചുരുക്കിയത് 13 മീറ്റർ
റോഡ് വേണമെന്നും ഈ പഞ്ചായത്ത് സർക്കാർ അനുവദിച്ച പട്ടയം വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നും കൊടുത്ത പട്ടയം റദ്ദ് ചെയ്യണമെന്നും ഇതിന് വിജിലൻസിന് പരാതി കൊടുക്കാനും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർന്നിട്ടുള്ളത്. ഇത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ടാണ് PW റോഡ് കൈകേറി ഇങ്ങനെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം നാട്ടുകാരെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഇതിന് കുറേ പീഡനങ്ങൾ ഈ മെമ്പറെ നൽകി ഏറ്റിട്ടുള്ളതാണ്. ഇന്നും അതിൻ്റെ പഴി തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ നാട്ടിലെല്ലാവരും ഒറ്റക്കെട്ടായി ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതികരിക്കണമെന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. വിജിലൻസ് അന്വേഷണത്തിന് വേണ്ട എല്ലാ നടപടികളും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുള്ള റെസൊല്യൂഷൻ അടക്കം പാസ്സാക്കി നമ്മൾ മേടിച്ച് ഇതിന് കൊടുക്കാനുള്ള തീരുമാനം കൂടി. കോടിശ്ശേരി പഞ്ചായത്തിൽ കളിക്കളത്തിനു വേണ്ടി ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്നതായി ആദിവാസി ക്ഷേമ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ആദിവാസി ഉന്നതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്നിവിടെ പറയാനായിട്ട് വന്നത്. നിലവിലിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ചാലക്കുടി മേഖലയിൽ ചാലക്കുടി മണ്ഡലത്തിൽ തന്നെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ VD ദേവസി MLA ആയിരിക്കുന്ന സമയത്ത് ഒരു ട്രൈബൽ വാലി പ്രോജക്റ്റ് നമ്മുടെ അതിരപ്പള്ളി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തി. അവരുടെ ആദിവാസി വിഭാഗങ്ങളുടെ കാർഷികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് അതുപോലെ തന്നെ അവരുടെ ആ ഉൽപ്പന്നങ്ങൾക്ക് വർധനവുണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി, ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയത് 6 കോടി രൂപയാണ് അന്നത്തെ കാലത്ത് PS മുകുമാറിൻ്റെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്ത പദ്ധതി നടപ്പാക്കി. ഇപ്പോഴാണെങ്കിൽ ആ ആദിവാസി വിഭാഗങ്ങളുടെ ഈ വിഭവങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും കൃത്യമായ രീതിയിൽ ഏറ്റെടുക്കാനോ മറ്റുള്ള സംവിധാനങ്ങളോ ചെയ്യാനായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നിലവിലുള്ള MLA അത് നടത്തുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ആയിട്ടുള്ള ആദിവാസികൾക്ക് കൃത്യമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. അതിപ്പോൾ കൃത്യമായി കഴിയുന്നില്ല. അതിന് ഉടൻ തന്നെ ആ MLA നിലപാട് അത് വ്യക്തമാണ്. മാരാങ്കോട് ഉന്നതിയിൽ 97 കുടുംബങ്ങളുണ്ട്. അവർക്ക് അവകാശപ്പെട്ട 1.27 ഭൂമിയാണ് പൊതു കളിസ്ഥലത്തിനെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. ഇത് ആദിവാസി വിഭാഗത്തിന്റെ സ്ഥലമല്ല, പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉണ്ടെന്നാണ് പഞ്ചായത്ത് അധികാരികൾ അവകാശപ്പെടുന്നത്. വികസനത്തിനെന്ന പേരിൽ ആദിവാസികളുടെ ഭൂമി അന്യാധീനപ്പെടുന്ന അവസ്ഥ തുടരുകയാണ്. ഊരുകൂട്ടം ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഊരുകൂട്ടത്തെ ധിക്കരിച്ചാണ് ചാലക്കുടി MLAയും കോടശ്ശേരി പഞ്ചായത്തും ഈ അവകാശം നിഷേധിക്കുന്നതെന്ന് ഇതുവഴി ആദിവാസികൾ ഒഴിവാക്കപ്പെടുകയാണ്. കളക്ടർക്കും മറ്റ് അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച കായിക മന്ത്രി അബ്ദുറഹ്മാൻ കളിസ്ഥല നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ്. പൊതുജനങ്ങളെ വേണ്ടവിധം അറിയിക്കാതെയാണ് ഉദ്ഘാടനം നടത്തുന്നതെന്ന് ഇതിന് പിന്നിലെ കള്ളക്കളി വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് ബിജു വർഗീസ്, മാരാങ്കോട് ഉന്നതി ഊരുമൂപ്പൻ സതീഷ്, ഉന്നതിയിലെ അംഗങ്ങളായ സുബിത, ബിന്ദു, MS വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് മന്ത്രിയാണ്, പൊതുവായിട്ടുള്ള മന്ത്രിയാണ്, അതായത് നമ്മുടെ പട്ടിക ആയിക്കോട്ടെ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇവിടുത്തെ പഞ്ചായത്ത് കൃത്യമായ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സംവിധാനങ്ങൾ ചെയ്യുന്നത്. അതിനെതിരായിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ആദിവാസി ക്ഷേമ സമിതി തന്നെ ഇപ്പം ഭരിക്കുന്ന ആള് മന്ത്രിയാണ് എന്നുള്ളതുകൊണ്ടല്ല, ഈ എടുക്കുന്ന നിലപാട് നമ്മുടെ ഇവിടെ പഞ്ചായത്ത് എടുക്കുന്ന നിലപാട് തെറ്റായ ഒരു നിലപാടാണ്. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന നിലപാട് തെറ്റാണ്. അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ മറ്റേ കളിക്കളത്തിന് വേണ്ടിയിട്ട് അവർ സ്ഥലം ഏറ്റെടുക്കുന്നു. അത് അവരുടെ ആസ്തിയിൽ പെട്ടതാണെന്നും പറഞ്ഞ് ഈ പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട സ്ഥലമാണ്, അത് ആദിവാസികളുടെ അല്ല എന്നുള്ള നിലയ്ക്കാണ് അവർ അത് പറയുന്നതും. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെയും ക്രാക്ടറിന്റെയും ആഭിമുഖ്യത്തിൽ ചാലക്കുടി മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർക്കും ടാക്സി ഓട്ടോ ഡ്രൈവർമാർക്കും വേണ്ടി പ്രത്യേക ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ ചാലക്കുടി ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് PC ബിജുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായി. അപ്പോളോ ആശുപത്രിയിലെ CEO ആബേൽ ജോർജ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ട്രാക്ട് സെക്രട്ടറി PD ദിനേശ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശശി, ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാർഡ് കൌൺസിലർ VJ ജോജി, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, ലൂയിസ് മേലേപ്പുറം, അനീഷ് കുഞ്ഞപ്പൻ, SI ഹരിശങ്കർ പ്രസാദ്, ഐസക് ഡാനിയൽ,
ബീന ഡേവിസ്, അഡ്വക്കേറ്റ് സുനിലാൻഡ് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്കൂൾ ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന നിർബന്ധിത ക്ലാസുകൾ ഒഴിവാക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ വിതരണം സെബാസ്റ്റ്യൻ ജോസഫ് നിർവഹിച്ചു. ഡ്രൈവർമാർക്ക് സൗജന്യമായി ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും നൽകി. ആദ്യമായി നിങ്ങളുടെ അനുഭവത്തോടെ നടത്തിയ ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്ത് വാക്ക് പറയാണ്, നമ്മളുടെ ചാലക്കുടിയെ പറ്റി വിശദമായിട്ട് അധ്യക്ഷ പ്രസംഗത്തിലുള്ള പറയുകയുണ്ടായി. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ, ചാലക്കുടി ടൗണിലുള്ള ബ്ലോക്ക് നമുക്കറിയാം. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും കുറച്ച് ഹൈവേയുടെ അവസ്ഥയും ടൗണിൻ്റെ അവസ്ഥയും നമുക്കറിയാം. നമ്മുടെ റോഡിൻ്റെ ഒരു സ്ഥിതിയിൽ കൂടാതെ ആളുകളുടെ ദിവസവും വാഹനങ്ങളും നമ്മൾ പെഡസ്ട്രിയനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരു തിരക്ക് ഒരുവിധം എല്ലാ സ്ഥലത്തും രാവിലെയും ഒരു പീക്ക് സമയമാണ് ഉള്ളത്. അതുപോലെ തന്നെ ടൗൺ റോഡുകൾക്കും അപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന രണ്ട് സംഘടനകളാണ് കാറ്റും അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബും. ഈ റോട്ടറി ക്ലബ്ബിൽ ഞാനും പോകണം, അതുപോലെ തന്നെ കാറ്റിലും പോകണം. ഇന്ന് ഈ നിങ്ങൾ ഈ കാറ് അഭിമാനവും ഞാൻ അറിയിക്കുകയാണ്. ഇനിയിപ്പോ വേറെ ഓവർടേക്കിന്റെ കാര്യം പറയാം. നമ്മൾ സാധാരണ എഴുതുന്ന കാറുമായിട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ നമുക്ക് യാദൃശ്ചികവശാൽ നമ്മുടെ മുമ്പിൽ ഒരു ബെൻസ് കാറ്, നല്ല അതിനകത്താണ് വിദ്യാസമ്പന്നന് സൂട്ടും കോട്ടും ഒക്കെ വളരെ മാന്യ ബിസിനസ്സുകാരൻ എന്തെങ്കിലും വലിയ ആള്, നമ്മൾ അദ്ദേഹത്തിന്റെ പുറകെ ഫോൺ അടിക്കും, കടന്നു പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം നല്ല മനുഷ്യനും വിദ്യാസമ്പന്നനും സംസ്കാരങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ പുറകോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അദ്ദേഹത്തിന് സംശയം ഈ വഴി കാണുന്ന 4 കാലുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന് കണ്ടു. അവരാണ് വന്ന് പറഞ്ഞ് ഇത്ര രീതി, ഇത്ര വളവ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത്ര സ്പീഡേ വെച്ചുകൊണ്ട്, ഇത്ര ബാങ്കിങ്, ഇത്ര റോഡിന് ഇത്ര ചെരുവ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന അവരാണ്. അവരാ റോഡ് കണ്ടിട്ട് ഇവിടെ ഡേഞ്ചർ, അവിടെ ഡേഞ്ചർ ഇല്ല, അപ്പുറത്ത് ഡേഞ്ചർ എന്നൊക്കെ പറയുന്ന അവരാ പറയുന്നത്. അവർ പറയുന്ന അനുസരിച്ച് ഹിന്ദിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ളൂ. അപ്പൊ അവർ വളരെ ശാസ്ത്രീയമായിട്ടാണ് റോഡിന്റെ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 120 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 74,120 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 15 രൂപയാണ് വർദ്ധിച്ചത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 9,265 രൂപയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വില കൂടിയും കുറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് വിപണിയിൽ കാണാനാകുന്നത്. വെള്ളിയാഴ്ചയാണ് ഏപ്രിൽ 22 റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചത്. ഏപ്രിൽ 22 രേഖപ്പെടുത്തിയ 74,320 എന്ന റെക്കോർഡ് ആണ് തിരുത്തിയത്. ശനിയാഴ്ചയും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതായാണ് കണ്ടത്. 75,000 കടന്നും കുതിക്കുമെന്ന സൂചനയ്ക്കിടെ സ്വർണ്ണവില കുറയുന്നതാണ് പിന്നീട് കണ്ടത്. പവൻ ഏകദേശം 1000 കുറഞ്ഞ ശേഷം ബുധനാഴ്ച മുതലാണ് സ്വർണ്ണവില വീണ്ടും കൂടാൻ തുടങ്ങിയത്. ഹൈവേകളിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഗതാഗത തടസ്സം ഒഴിവാക്കാനായി ഫാസ്ടാഗ് അടിസ്ഥാനമാക്കി വാർഷിക പാസ് പ്രഖ്യാപിച്ചു. ഹൈവേകളിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഗതാഗത തടസ്സം ഒഴിവാക്കാനായി ഫാസ്ടാഗ് അടിസ്ഥാനമാക്കി വാർഷിക പാസ് പ്രഖ്യാപിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് വാർഷിക പാസ് പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 15 മുതലാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്. വാർഷിക ടോൾ ചെലവ് 10,000 നിന്ന് 3,000 കുറയുന്നതിലൂടെ ഹൈവേ ഉപയോക്താക്കളുടെ സാമ്പത്തിക ഭാരം കുറയും എന്നാണ് പുതിയ സ്കീം പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിർത്തേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കാൻ ഈ നീക്കം സഹായിക്കും. അതുവഴി ഗതാഗതം സുഗമമാക്കാനും യാത്രാസമയം കുറയ്ക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടോൾ പ്ലാസകളുടെ 60 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുടെ ടോളുമായി ബന്ധപ്പെട്ട് പരാതികളും യാത്രാ തടസ്സവും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് വാർഷിക പാസ് കൊണ്ടുവരുന്നത്. ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസിന്റെ വില 3,000 ആണ്. പ്രവർത്തനം ആരംഭിക്കുന്ന തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ ദേശീയപാതകളിൽ 200 ടോൾ പ്ലാസ ക്രോസിംഗുകൾ ഇത് വാഗ്ദാനം ചെയ്തു. വെറും 3,000 ഉപയോഗിച്ച് യാത്രക്കാർക്ക് 1 വർഷത്തിൽ 200 ടോൾ പ്ലാസ ക്രോസിംഗുകൾ നടത്താൻ കഴിയും. നേരത്തെ ഇതിന് ഏകദേശം 10,000 രൂപ ചെലവാകുമായിരുന്നു, ഗഡ്കരി പറഞ്ഞു. പദ്ധതി പ്രകാരം ഒരു യാത്രയ്ക്ക് ശരാശരി 15 രൂപ മാത്രമായിരിക്കും ചെലവ്. കാറുകൾ, ജീപ്പുകൾ, വാനുകൾ എന്നിവയുൾപ്പെടെ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമേ പാസ് ബാധകമാകൂ. വാണിജ്യ അല്ലെങ്കിൽ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ശരാശരി ടോൾ ചെലവ് 50 നിന്ന് 15 കുറയുന്നതിനാൽ സാധാരണ ഉപയോക്താക്കൾക്ക് പ്രതിവർഷം 7,000 രൂപ വരെ ലാഭിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം പറയുന്നു. കേരളത്തിലെ വിവിധ വന്യജീവി സങ്കേതങ്ങളുടെയും നിർദ്ദിഷ്ട ഇക്കോ സെൻസിറ്റീവ് സോണുകളുടെയും പുറത്തുള്ള
21 ക്വാറികൾ അംഗീകരിക്കാനായി സംസ്ഥാന വന്യജീവി ബോർഡ് തീരുമാനിച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിലെ വനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന 5 കമ്മ്യൂണിറ്റി സെന്ററുകളും 5 റോഡുകളും ശുപാർശ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനം വരെ ചരക്ക് നീക്കത്തിനായി റോപ്പ് വേ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പദ്ധതി കേന്ദ്ര സർക്കാരിനെ സമർപ്പിക്കാൻ തീരുമാനിച്ചു. ആറളം വന്യജീവി സങ്കേതത്തെ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമാക്കി പുനർനാമകരണം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന വന്യജീവി ബോർഡ് യോഗമാണ് തീരുമാനമെടുത്തത്. വന്യജീവി ട്രോഫികളുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടായിരുന്നവരുടെ മരണശേഷം അവരുടെ നിയമപരമായ അനന്തരാവകാശികൾക്ക് ഇത്തരം ട്രോഫികൾ വിവിധ കാരണങ്ങളാൽ വെളിപ്പെടുത്താൻ സാധിക്കാത്ത കേസുകൾക്ക് ഒരു അവസരം കൂടി നൽകുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G. കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മൂക്കന്നൂർ ചുള്ളി ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. ചുള്ളി ഒലിവ് മൗണ്ട് പള്ളിക്ക് സമീപം കനാൽ ബണ്ട് റോഡിൽ പുറമ്പോക്കിൽ കൃഷി ചെയ്തിരുന്ന വാഴകൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. റോഡരികിൽ നിന്നിരുന്ന പ്ലാവ് കുത്തിമറിച്ചിടാനും ശ്രമിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം കൂടിയതോടെ ഭീതിയോടെയാണ് പ്രദേശത്ത് ജനങ്ങൾ കഴിയുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനശല്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. വന്യമൃഗശല്യം തടഞ്ഞ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങളിൽ പാമ്പിന്റെ സാന്നിധ്യം ഒഴിവാക്കാനായി വനംവകുപ്പ് രൂപീകരിച്ച മിഷൻ സർവേയുടെ ഭാഗമായുള്ള മുനിസിപ്പൽ തല സന്ദർശനത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലെത്തി പാമ്പുകൾ വന്നിരിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി. അടുത്ത ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകും. സ്കൂൾ കോമ്പൗണ്ടിൽ പാമ്പിനെ കണ്ടാൽ സ്കൂൾ അധികൃതർ അറിയിക്കുന്നതിനനുസരിച്ച് പ്രത്യേക സംഘമെത്തി പാമ്പിനെ പിടികൂടും. മുനിസിപ്പൽ കൌൺസിലർ VJ ജോർജി അധ്യക്ഷനായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ KG രഞ്ജിത്ത്, K പ്രദീപ് കുമാർ, വളണ്ടിയർ PB ബിബീഷ് എന്നിവർ പ്രസംഗിച്ചു. ജീവി സംഘർഷം കൂടി നിൽക്കുന്ന ഈ സമയത്ത് കേരള സർക്കാർ ഒരു 10 കർമ്മപരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മിഷൻ സർപ്പ. അതായത് നമ്മുടെ കേരളത്തിലെ പ്രൈവറ്റ് വിദ്യാലയങ്ങളിലും സർക്കാർ വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് പാമ്പിൽ നിന്നുള്ള കടിയേൽക്കാതിരിക്കാൻ സർപ്പാർ വളണ്ടിയർമാരെ വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി എല്ലാ വിദ്യാലയങ്ങളിലും ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മൾ ഏരിയ പരിശോധിച്ച് പാമ്പില്ലെന്ന് ഉറപ്പുവരുത്തുകയും പാമ്പ് വരാതിരിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ഇനി പാമ്പ് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടി എന്നുള്ള നിലയിലാണ് കേരളത്തിലുള്ള മുഴുവൻ സ്വകാര്യ വിദ്യാലയങ്ങളിലും അതോടൊപ്പം തന്നെ എയ്ഡഡ് മേഖലയിലുള്ള സ്കൂളുകളിലും മുഴുവൻ കോമ്പൗണ്ടും പരിശോധിച്ച് പാമ്പിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ള ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ അവിചാരിതമായിട്ട് ഒരു പാമ്പിനെ കണ്ടു എന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ തന്നെ ഇവിടെ പരിശോധനയൊക്കെ നടത്തി കിട്ടിയില്ല, ചേരയിരുന്നുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അറിയിക്കാനൊക്കെ വരിക വലിയ ടീമുണ്ട്, ഇവരെല്ലാവരും ഇതിനുവേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും പരിസരത്ത് പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവർ ഉടനെ എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടിയും ഇവർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി സെന്ററിലേക്ക് കട്ടിലുകൾ പെയിന്റിംഗ് നടത്തുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ചിറക്കൽ കിഴക്കെ കളപ്പാട്ടിൽ കുടുംബ ട്രസ്റ്റ് കൈമാറി. 3 ബെഡ് മാത്രമുള്ള വിമുക്തി സെന്റർ 30 ബെഡ് സൗകര്യത്തിലേക്ക് സർക്കാർ ഉയർത്തിയിരുന്നു. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 9 ലക്ഷം രൂപയുടെ നവീകരണ പ്രവൃത്തികൾ നടന്നുവരുന്നു. വാർഡ് കൌൺസിലർ VJ ജോർജി അധ്യക്ഷനായി. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജു, C അംബുജാക്ഷി, CB രമേശൻ, രഞ്ജിത്ത് രാമൻപിള്ള, സിസ്റ്റർ MG ബീന, PR ശോഭ വിൽസൺ എന്നിവർ സംസാരിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏക വിമുക്തി കേന്ദ്രം, ആ വിമുക്തി കേന്ദ്രം ലയൺസ് ക്ലബിൻ്റെ സഹകരണത്തോടെ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8.5 ലക്ഷം രൂപ ചെലവിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു 20ഓളം പുതിയതായിട്ടുള്ള കട്ടിൽ
ഒരു കട്ടിലില്ല 20ഓളം കട്ടിലുകൾ നമുക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെയിൻറ് ചെയ്ത് ഭംഗിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പെയിൻറ്റേഴ്സ് ഒരു അസോസിയേഷൻകാർ അവർ സൗജന്യമായിട്ട് അത് പെയിൻറ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വർക്കുകൾ മുഴുവൻ അവർ സ്വയം ഏറ്റെടുത്ത് വർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെയിൻറ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് നമ്മൾ പല ഗ്രൂപ്പുകൾ വഴിക്ക് അറിയിച്ചതിൻ്റെ തുടർന്ന് ചാലക്കുടിയിലെ ചിറക്കൽ ഫാമിലി ട്രസ്റ്റ് അവരുടെ കുടുംബാംഗങ്ങളാണ് ഈ കൂടെ ഉള്ളത്. അവർ വളരെ നല്ല മനസ്സോടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കട്ടിലുകൾ പെയിൻറ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള പെയിൻറ്റും മറ്റ് സാമഗ്രികളൊക്കെ നമുക്ക് വാങ്ങിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ചിറക്കൽ ഫാമിലി ട്രസ്റ്റിനോടുള്ള പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൗൺസിലറുടെ താല്പര്യവും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചിറക്കൽ ട്രസ്റ്റ് കുടുംബ ട്രസ്റ്റ് നമുക്ക് ഏകദേശം 20ഓളം ലിറ്റർ പെയിൻറ്റും അതിനാവശ്യമായ ഉപകരണങ്ങളും വാങ്ങിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പിന്തുണയാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർമാരുണ്ട്, അതിൻ്റെ എല്ലാ ഹോസ്പിറ്റൽ അധികാരികളുണ്ട്, അതുപോലെ ബഹുമാനപ്പെട്ട കൗൺസിലർ ചിറക്കൽ കുടുംബ ട്രസ്റ്റ് അവർ ചെയ്യുന്നത് വലിയൊരു മഹത്തായ ഒരു കാര്യമാണ്. എല്ലാ ആശംസകളും നൽകും. അതിരപ്പള്ളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള സമാന്തര പാതയിൽ ഉൾപ്പെട്ട കുറ്റിച്ചിറ ചായ്പുള്ളി റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ കെ.എം. ജോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതിരപ്പള്ളി, ചാർപ്പ, വാഴച്ചാൽ, മലക്കപ്പാറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള ഈ സമാന്തര പാതയിൽ വരുന്ന 90 കിലോമീറ്റർ ദൂരത്തിൽ 2.6 കിലോമീറ്റർ ദൂരം മാത്രമാണ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാത്തത്. ഈ റോഡ് 38 വർഷം മുൻപ് PWD ഏറ്റെടുത്തിരുന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിന് കൈമാറി. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് റോഡ് PWD ഏൽപ്പിക്കാൻ തയ്യാറായി സമ്മതപത്രം നൽകിയിട്ടുള്ളതാണെങ്കിലും റോഡ് ഏറ്റെടുക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകൻ കെ.എം. ജോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തൃശൂർ ജവഹർ നവോദയ വിദ്യാലയത്തിലേക്കുള്ള 6ാം ക്ലാസ് പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2025 സെപ്റ്റംബർ 27 വരെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ഫോൺ 0884842626. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അശ്വമിചറിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 100 രൂപയാണ് അപേക്ഷ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 50 രൂപ. പ്രായപരിധിയില്ല. താൽപര്യമുള്ളവർക്ക് ജൂൺ 30 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദ വിവരങ്ങൾക്ക് ഫോൺ 048028292619 9947399146 9895277187. ചാലക്കുടി പരിയാരത്ത് വീട്ടമ്മയെ വീട്ടിനുള്ളിൽ തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരിയാരം പള്ളിക്ക് സമീപം കരയെടുത്ത് വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സിമിയാണ് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. ഇസ്രായേൽ ജോലിക്ക് പോയിരുന്ന സിമി ഒരാഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 5-നായിരുന്നു സംഭവം. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. സിമിയുടെ അമ്മയും മകളും പള്ളിയിൽ പോയ സമയത്താണ് സംഭവം. വീടിന്റെ മുകളിലത്തെ നിലയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞു കിടക്കുന്ന നിലയിലായിരുന്നു. ചാലക്കുടി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ സ്ഥലങ്ങളിൽ വായനോത്സവം സംഘടിപ്പിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിട സമുച്ചയത്തിന്റെയും ടൗൺ ബ്രാഞ്ച് ഓഫീസിന്റെയും ഉദ്ഘാടനം നടത്തി. മുന്നൂർപ്പള്ളി ജംഗ്ഷനിലെ പൊതുസ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി പട്ടയം തരപ്പെടുത്തിയതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെയും ക്രാക്ടറിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഡ്രൈവർമാർക്കും ടാക്സി ഓട്ടോ ഡ്രൈവർമാർക്കും വേണ്ടി പ്രത്യേക ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു.
ഹൈവേകളിൽ ടോൾ പിരിവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത തടസ്സം ഒഴിവാക്കാനായി ഫാസ്ടാഗ് അടിസ്ഥാനമാക്കി വാർഷിക പാസ് പ്രഖ്യാപിച്ചു. മൂക്കന്നൂർ ചുള്ളിഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.